തെരഞ്ഞെടുപ്പിനെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് നേരിടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സാധാരണ നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, 3 പ്രാദേശിക ഗവൺമെൻറ്റുകൾ എന്ന നിലയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഭരണഘടനാപരമായിട്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനുമുള്ള അധികാര പരിധി സംബന്ധിച്ച് പടിപടിയായി 3 പ്രധാനപ്പെട്ട ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇത് പടിപടിയായി ഇല്ലാതാക്കി കേന്ദ്രീകൃതമായ സംവിധാനത്തിലേക്ക് നയിക്കാനാണ് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് മുതൽ, പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഇപ്പോഴും വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽപ്പെട്ട വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള നിരവധി ഭാഗങ്ങൾ അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിലാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് എത്തിച്ചത്. ഒന്നു മാത്രമല്ല, നിരവധി. ഇപ്പോഴത് ആ പ്രക്രിയ തുടരുകയാണ്. സഹകരണ മേഖല പോലും സുപ്രീം കോടതിയുടെ വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ കടന്നുകയറ്റം കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ മാറ്റിവെച്ചത്. എല്ലാം കേന്ദ്രത്തിലേക്കാണ്. കൺകറന്റ് ലിസ്റ്റിലുള്ളത് സെൻട്രൽ ലിസ്റ്റിലേക്ക്, സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളത് സെൻട്രൽ ലിസ്റ്റിലേക്ക്, ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രാദേശിക ഗവൺമെൻറ്റുകൾ എന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉയർത്തേണ്ടതാണ്. കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഭരണഘടനാപരമായിട്ട് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങളും, ആനുകൂല്യം എന്ന് പറയുന്നത് ശരിയില്ല, അവകാശങ്ങൾ നിഷേധിക്കുകയാണ്. പിന്നെ മൂന്നാമത്തെ, പ്രാദേശിക ഗവൺമെൻറ്റുകളെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഭരണഘടനാ ഭേദഗതി വരുത്തി അധികാര വികേന്ദ്രീകരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ നിന്നുള്ള ഭാഗങ്ങൾ മാത്രമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്നത്. അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തിയിട്ടില്ല എന്നെല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇപ്പോഴും മാത്രമല്ല, ഇതിനു മുമ്പും ഈ പറയുന്ന രീതിയിലുള്ള ഭരണഘടനാ ഭേദഗതി വരുന്നതിന് മുമ്പ് തന്നെ അധികാര വികേന്ദ്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചില നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്. ആ രീതിയിൽ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഊന്നൽ നൽകി വളരെ ഫലപ്രദമായിട്ട് വികസന പ്രവർത്തനം ഉൾപ്പെടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു പ്രദേശത്തിൻ്റെ, ഒരു നാടിൻ്റെ പൊതുവായ വളർച്ചയ്ക്ക്, വികസനത്തിന് ഫലപ്രദമായ ഗവൺമെൻറ് സംവിധാനം പോലെ പ്രാദേശിക ഗവൺമെൻറ്റുകൾ കൈകാര്യം ചെയ്യാൻ അവർക്ക് പ്രാപ്തി ഉണ്ടാക്കണം എന്നാണ് പാർട്ടി CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ കരുതുന്നത്. സംസ്ഥാന ഗവൺമെൻറ് തന്നെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയും ഏതാണ്ട് നമുക്ക് 2 ലക്ഷത്തോളം കോടി രൂപ അവകാശത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന പണം തരാതിരിക്കുകയും അവർക്ക് താല്പര്യമുള്ളവർക്ക് വാരിക്കോരി കൊടുക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് BJP ഗവൺമെൻറ് ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് തന്നെ കേന്ദ്ര ഗവൺമെൻറ് പരിഹാസ്യമാക്കിയ പ്രത്യേക സാഹചര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ
വ്യക്തതയോടെ മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ തെറ്റായ നിലപാട് അധികാര വികേന്ദ്രീകരണത്തെയും ബാധിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. എങ്കിൽ പോലും കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഫലപ്രദമായ ഇടപെടലിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പ്രാദേശിക ഭരണ സംവിധാനങ്ങളെ പരമാവധി സഹായിക്കുന്നതിന് വേണ്ടി, ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എടുത്ത നിലപാടുകൾ കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി ജനങ്ങളെ അണിനിരത്തി അധികാര വികേന്ദ്രീകരണം ഒരു ജനകീയാസൂത്രണ പ്രക്രിയയിലൂടെ മുന്നോട്ടേക്ക് കൊണ്ടുപോയ മഹത് പാരമ്പര്യം ഇന്ത്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചൂണ്ടിക്കാണിക്കുന്നതും പറയുന്നതുമായ ഒന്നാണ്. ജനകീയാസൂത്രണത്തിലൂടെയാണ് അധികാര വികേന്ദ്രീകരണം നമ്മൾ ഫലപ്രദമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയത്. ഇപ്പോഴും ആ രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ തരത്തിൽ കേരളത്തിൻ്റെ പൊതുവായ വളർച്ചയിൽ, വികസനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കാണ് നിർവഹിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലെ ഓരോ പഞ്ചായത്തും, മുനിസിപ്പാലിറ്റിയും, കോർപ്പറേഷനും, ജില്ലാ പഞ്ചായത്തും, ബ്ലോക്ക് പഞ്ചായത്തും അവരുടെ ഭാവനക്കനുസരിച്ച് കൂടി നിയമപരമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഫലപ്രദമായിട്ട് മുന്നേറി എന്നുള്ളത് തന്നെയാണ് സത്യം. സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ ഓരോന്നും ഫലപ്രദമായി നടപ്പിലാക്കേണ്ടുന്ന പ്രായോഗിക മേഖലയിലുള്ള യത്നം പൂർത്തിയാക്കിയത്, അല്ലെങ്കിൽ ആ രംഗത്ത് സജീവമാക്കിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ്. ഉദാഹരണത്തിന് ലോകം അറിയുന്ന ഏറ്റവും ശ്രദ്ധേയമായൊരു പ്രവർത്തനം കഴിഞ്ഞ നവംബർ 1-ാം തീയതി കേരള പിറവി ദിനത്തിൻ്റെ ഭാഗമായി നവകേരള പിറവി എന്ന രീതിയിൽ ചൂണ്ടിക്കാണിച്ച അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ പ്രശ്നം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 5 കൊല്ലം കൊണ്ടോ 4 കൊല്ലം കൊണ്ടോ പൂർത്തിയാക്കപ്പെട്ട ഒന്നല്ല. കേരളത്തിൽ വർഷങ്ങളായിട്ട് നടത്തിയിട്ടുള്ള സാമൂഹ്യ വികസന പ്രക്രിയയിലുള്ള ഇടപെടലിൽ അത് മെല്ലെ മെല്ലെ എത്തിച്ചേർന്ന ഒരു ഘട്ടത്തിലാണ്, ഒരു അവസ്ഥയിലാണ് നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് 20%, 25%, 30%, 35% വരെ ഇന്ത്യയിലെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതിദാരിദ്ര്യരുടെ എണ്ണം കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചത്, ഞങ്ങളാരും ചൂണ്ടിക്കാണിച്ചില്ല, അതിദാരിദ്ര്യരുടെ എണ്ണം ചൂണ്ടിക്കാണിക്കുന്നതും അതിൻ്റെ സർവേ തയ്യാറാക്കുന്നതും ഒക്കെ അവർ തന്നെയാണ്, നീതി ആയോഗ്. ആ കണക്കിലാണ് കേരളം 0.7% അതിദാരിദ്ര്യം എന്ന് കണ്ടെത്തിയത്. അപ്പോൾ 0.7% അതിദാരിദ്ര്യം കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് പിണറായി ഗവൺമെൻറ്റിൻ്റെ 2-ാം ടേമിലെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന അജണ്ട വെക്കുന്നത്. അത് 20% അതിദാരിദ്ര്യം കേരളത്തിലുണ്ടെങ്കിൽ ആ അജണ്ട വെക്കില്ല, അടുത്ത കാലത്തൊന്നും വെക്കാൻ പറ്റില്ല. ഇപ്പോൾ കേരളം ഒഴിച്ച് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് അതിദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള അജണ്ട അടുത്ത കാലത്തൊന്നും വെക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, സാധിക്കില്ല. കാരണം കോടാനുകോടി മനുഷ്യർ അതിദാരിദ്ര്യത്തിൻ്റെ ഭാഗമായി കിടക്കുമ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നത് മുദ്രാവാക്യം വെക്കാമെന്നല്ലാതെ അത് പ്രാവർത്തികമാക്കാനാവില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ അതിദാരിദ്ര്യ അനുഭവിക്കുന്നവരാണുള്ളത് എന്ന കണക്കനുസരിച്ച്, പട്ടിണിക്കാരാണുള്ളത് എന്ന കണക്കനുസരിച്ച് 0.7% കൃത്യമായിട്ട് കണ്ടെത്താൻ തീരുമാനിച്ചു. അതാണ് ആദ്യത്തെ യോഗത്തിൻ്റെ 1-ാമത്തെ തീരുമാനം. എന്നിട്ട് ഇതങ്ങനെ നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ പരിഹരിക്കാം എന്ന കാര്യം ആലോചിച്ചു. അപ്പോൾ അതിൻ്റെ സർവേ നടന്നു. ആ സർവേയിലാണ് 64,006 കുടുംബമുണ്ട് എന്ന് മനസ്സിലായത്. 1,03,099 പേരുണ്ട് എന്ന് കൃത്യമായിട്ട് നമ്പർ കിട്ടി. ആ അതിദാരിദ്ര്യമുള്ള ഈ ജനവിഭാഗത്തെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റണം. അതാണ് ഗവൺമെൻറ് 4.5 കൊല്ലക്കാലം ചെയ്തത്.
അതിൻ്റെ ഭാഗമായിട്ടാണ് നവംബർ 1-ാം തീയതി ഈ 2025 നമുക്ക് അതിദാരിദ്ര്യമുക്തമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത്. ലോകത്ത് തന്നെ അപൂർവ സംഭവമാണ്. ജനകീയ ചൈന കഴിഞ്ഞാൽ പിന്നെ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന നാട് കേരളമാണ്. മുതലാളിത്ത സമൂഹത്തിന് ഒരിക്കലും സാധിക്കില്ല എന്നെല്ലാവർക്കും അറിയാം. മുതലാളിത്തത്തിൻ്റെ പ്രതിസന്ധിയുടെ അടിസ്ഥാനം തന്നെ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുക എന്നുള്ള പ്രക്രിയയാണ്. അപ്പോൾ അവിടെ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ഒരു അജണ്ടയില്ല മുതലാളിത്ത സമൂഹത്തിന്. അപ്പോൾ കേരളം ഒരു പുതിയ മാതൃകയിലൂടെ മുന്നോട്ടേക്ക് പോവുകയാണ്. അതിൻ്റെ അർത്ഥം ദാരിദ്ര്യം പൂർണ്ണമായിട്ട് അവസാനിച്ചു എന്നല്ല. ദാരിദ്ര്യം ഇനിയും അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് 62 ലക്ഷം മനുഷ്യർക്ക് 1600 രൂപ പോരാ, അത് 2000 രൂപയായിട്ട് വർദ്ധിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അവിടെയും നിൽക്കണം എന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അതും വർദ്ധിപ്പിക്കണം ഇനിയും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ കേരളത്തോട് ഇരിക്കുന്ന സാമ്പത്തിക പ്രതിരോധത്തിൻ്റെ നില ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് 2500-3000 രൂപയായിട്ട് വർദ്ധിപ്പിക്കാനാവും. ദാരിദ്ര്യം തന്നെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലേക്ക് കേരളത്തെ നയിക്കാൻ നമുക്കാവണം. ഒരു 5, 10, 15 കൊല്ലം കഴിയുമ്പോഴേക്ക് ലോകത്തെ 100, 300, 400 വർഷക്കാലം വികസനം നേടി എന്ന് പറയുന്ന യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തേക്കാൾ മെച്ചപ്പെട്ട ജീവിത നിലവാരം കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കണം. ആ ഒരു വികസന തന്ത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രായോഗിക കേന്ദ്രം ഏതാണ് എന്ന് ചോദിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഈ സർവേ നടത്തിയതും ഇതിൻ്റെ ഭാഗമായിട്ട് ആളെ കണ്ടെത്തിയതും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഓരോരുത്തരെയും എങ്ങനെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റാമെന്ന് തീരുമാനിച്ചതും നടപ്പിലാക്കിയതും ഒക്കെ അവരാണ്. അപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് ലോകത്തിന് തന്നെ മാതൃകയാവുന്ന വളരെ ഫലപ്രദമായ പ്രവർത്തനങ്ങളിലേക്ക് മുന്നേറിയിട്ടുള്ള ഒന്നാണ്. ശുചിത്വ കേരളം. എങ്ങനെയാണ് ശുചിത്വ കേരളം ഉണ്ടായത്? എന്തായിരുന്നു കേരളത്തെ പറ്റിയുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പം? ലോകത്ത് കണ്ടിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 52 സ്ഥലങ്ങളിൽ ഒന്ന് കേരളമാണ് എന്ന് ടൈം മാഗസിൻ അമേരിക്കയിൽ അവരുടെ കൃത്യമായ സർവേയും പഠനവും അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിശദീകരിച്ചപ്പോൾ കേരളം 52-ാമത്തതല്ല 52-ൽ വളരെ ശ്രദ്ധേയമായ ഒരു സ്ഥലമാണ്. സ്ഥലം എന്നാണ് പറഞ്ഞത്, സംസ്ഥാനം എന്ന രീതിയല്ല. നമ്മൾ കേരളം മുഴുവൻ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ലോക ജനതയെ ആകർഷിക്കുന്ന, ടൂറിസ്റ്റുകാർ തന്നെ പറയുന്ന ദീപത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള ഒരു നാടാണ്. നമ്മൾ 4-5 വർഷം മുമ്പ് 4 വർഷം മുമ്പ് 4.5 വർഷം മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ് മുൻകൈ എടുത്തത്. അതിന് ഫണ്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് ലോകബാങ്കിൻ്റെതായാലും അതുപോലെ വിവിധ മേഖലയിൽ നിന്നും ഫണ്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. ഫണ്ടില്ലാഞ്ഞിട്ടല്ല. ഒരു ശുചിത്വ കേരളം രൂപപ്പെടണം എന്ന വളരെ ഫലപ്രദമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് കേരളം ഇന്ന് എത്രത്തോളം മാറി. എത്ര വിമർശനപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവർക്കും കേരളത്തിൻ്റെ ഈ മാറ്റം കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. വേസ്റ്റ് എന്ന് പറയുന്നത് വെൽത്താണ് എന്ന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളല്ലേ തെളിയിച്ചത്. ഹരിതകർമ്മ സേനയല്ലേ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുചിത്വ കർമ്മ ഭടന്മാരായിട്ട് അവർ മാറിയത്. അങ്ങനെയല്ലേ ഇത് മാറിയത്. ഇപ്പോഴും കേരളം എത്രത്തോളം മാറി, ഇനി മാറണം, ഇതിന് തുടർച്ചയും വേണം. പക്ഷേ ശുചിത്വ കേരളം എന്നുള്ള മുദ്രാവാക്യം പ്രാവർത്തികമാക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അപ്പോൾ സാധാരണ നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് തുല്യമായ നിലയിലുള്ള ഫലപ്രദമായ ഇടപെടൽ, ക്രിയാത്മകമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുക. വ്യാവസായിക മേഖല എടുത്തോ, കേരളം എത്രത്തോളം പിന്നിലായിരുന്നു വ്യാവസായിക സൗഹൃദ സംസ്ഥാനം എന്ന നിലയിൽ. എത്രയോ സ്ഥാനം, 15ഓ 16ഓ സ്ഥാനത്തേക്ക്. ഇപ്പോഴെങ്ങനെയാണ് നമ്മൾ 1-ാം സ്ഥാനത്തേക്ക് വന്നത്? നമ്മൾ അന്ന് തീരുമാനിച്ചു, പിണറായിയുടെ 2ാം ഗവൺമെൻറ് തന്നെയാണ്, 2ാം ടേമിലെ ഗവൺമെൻറ്റാണ് തീരുമാനിച്ചത്. പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും എല്ലാമുള്ള
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൗരവമുള്ള പ്രശ്നം നമ്മുടെ മുമ്പിൽ ഉയർന്നു വന്നത് സംരംഭകരുമായിട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ അവരെ സഹായിക്കില്ല എന്ന് മാത്രമല്ല, എങ്ങനെയാണ് അത് അനുവദിക്കാതിരിക്കുക, കൊടുക്കാതിരിക്കുക, എങ്ങനെ ഫയലിൽ എഴുതണമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മൗലികമായി മാറിയില്ലേ? വളരെ ഗൗരവതരമായ ഇടപെടലിൻ്റെ ഫലമായിട്ടല്ലേ ഇത് മാറിയത്? വെറുതെ മാറിയതാണോ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാനന്ന് മന്ത്രിയായിരുന്നു. 1,00,000 സംരംഭകരെ കണ്ടെത്തുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു. രാജീവ് വ്യവസായ വകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ട് തീരുമാനിച്ചു 1,00,000 സംരംഭകരെ കണ്ടെത്തണം, ചെറുകിട സംരംഭകരെ. എന്നോടൊന്ന് പറഞ്ഞു, നിങ്ങൾക്കില്ലെന്ന് ഭ്രാന്തുണ്ട്, കേരളത്തിൽ 1,00,000 സംരംഭകരെ കണ്ടെത്തണം എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പ്രത്യേക സംവിധാനമുണ്ടാക്കി. എഞ്ചിനീയറിംഗ് കോളേജൊക്കെ പഠിച്ച് പാസ്സായിട്ടുള്ള ചെറുപ്പക്കാരെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകരാക്കിയിട്ട് മാറ്റി. എല്ലാ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും കോർപ്പറേഷനിലും സ്ഥിരമായിട്ട് അവിടെ നിർത്തി. രജിസ്ട്രേഷൻ ആരംഭിച്ചു. 1,00,000 പറ്റി സ്വപ്നം കാണാൻ കഴിയാതിരുന്ന കേരളത്തിൽ 1,30,000 രജിസ്ട്രേഷൻ നടന്നു. ചെറുകിട സംരംഭകരുടെ രജിസ്ട്രേഷൻ വന്നു. ഒന്നാമത്തെ വർഷം, രണ്ടാമത്തെ വർഷം അതുകൂടി. ഇപ്പോഴും 3,50,000 ഉണ്ട് കേരളത്തിൽ. അങ്ങനെയാണ് കേരളം 1ാം സ്ഥാനത്ത് വന്നത് ചെറുകിട വ്യവസായ സംരംഭക പ്രവർത്തനത്തിൽ. സ്വയം സംരംഭകരായിട്ട് വന്നു. തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഉന്നം വരുമ്പോൾ അന്ന് പഞ്ചായത്ത് സെക്രട്ടറിമാരെയും മുനിസിപ്പൽ സെക്രട്ടറിമാരെയും അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇന്നേ വരെ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെ ഈ സംരംഭം വരാതിരിക്കാം എന്നതിനെ പറ്റിയാണ് ചർച്ച. ഫയല്, മടക്കൽ, കുറിപ്പ്, നോട്ട്. ഇനി നിങ്ങൾക്ക് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഒരു നിശ്ചിത എണ്ണം ആളുകളെ തൊഴിലുള്ളവരാക്കി മാറ്റുക എന്ന ചുമതല കൂടി നൽകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രക്രിയ തുടങ്ങിയത്. അതുവരെ അവർക്ക് അതിൻ്റെ കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ 10,000-കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകാൻ സാധിക്കുന്ന പശ്ചാത്തലം ഉയർന്നു വന്നു. കോർപ്പറേഷനൊക്കെ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും ഒക്കെ വന്നു. എത്ര സംരംഭങ്ങളാണ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ? തടസ്സമായി നിൽക്കുന്ന മുഴുവൻ ചട്ടങ്ങളും മാറി, നിയമങ്ങൾ തന്നെ മാറി. ഇതെല്ലാം നടന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ പ്രക്രിയകളാണിതെല്ലാം. അതിലൂടെയാണ് ഈ 3,50,000 ഇപ്പോഴും സംരംഭ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. എത്രയെത്ര വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നത്? വീട്, ലൈഫ്, എല്ലാം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും അല്ലേ മുൻകൈ എടുത്ത് ചെയ്തത്. 5 ലക്ഷം ആളുകൾക്ക് വീട് നൽകിയില്ലേ? ഇനിയും വേണം വീട് കൊടുക്കാൻ സാധിക്കും. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഓരോ പഞ്ചായത്തിലും 1000-കണക്കിന് വീട് നൽകിയല്ലോ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ. ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ 4,000-ലധികം വീടാണ് നൽകിയത്. 4,000-ലധികം വീട് ഒരു കോർപ്പറേഷൻ. അപ്പോൾ നമ്മൾ കാണേണ്ടത് വളരെ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിന് ഗവൺമെൻറ് സ്കീമും അതുപോലെ തന്നെ അതിനു വേണ്ടിയുള്ള ഫലപ്രദമായിട്ടുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കിയുള്ള പ്രവർത്തനങ്ങളും ഒരുക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വമ്പിച്ച മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കേരളത്തിൽ. ശുചിത്വ കേരളത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ തന്നെയാണ് ചെയ്തത്. നല്ല അവബോധം ഇപ്പോൾ പൊതുവായിട്ട് വന്നു ചേർന്നിട്ടുണ്ട്. നമുക്ക് കേരളം ശരിയാക്കണം എന്നുള്ള കാര്യം, എല്ലാവർക്കും എന്നുള്ള കാര്യം. വിദ്യാഭ്യാസ മേഖല എത്രത്തോളം സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുഴുവൻ ഇവരല്ലേ മാറ്റിയത്. ഇന്ന് മനോഹരമായ സ്കൂളുകളും അതുപോലെ തന്നെ ആശുപത്രി കെട്ടിടങ്ങളും രൂപപ്പെട്ടു വന്നില്ലേ? അതിൻ്റെ പശ്ചാത്തലമൊരുക്കി മുഴുവൻ കാര്യം ചെയ്തിട്ടുള്ളത് ഗവൺമെൻറ്റിന് സഹായം ഉണ്ടെങ്കിലും ചെയ്തത് മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളല്ലേ? നമ്മളിപ്പോൾ ആശുപത്രി കെട്ടിടങ്ങൾ നോക്ക്, ജില്ലാ ആശുപത്രി വരെ ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിൻ്റെയും അതുപോലെ കോർപ്പറേഷൻ്റെ കീഴിലല്ലേ പ്രവർത്തിക്കുന്നത്. എത്ര മനോഹരമായ രീതിയിലാണ് ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. എത്ര വിപുലമായ രീതിയിലാണ് ആർദ്ര പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ ജനകീയ ആരോഗ്യ പ്രസ്ഥാനം കൈകാര്യം ചെയ്തു വന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ സ്മാർട്ട് ഉൾപ്പെടെ ചേർത്തുകൊണ്ട് എത്ര സുന്ദരമായ രീതിയിലാണ് പഠന സൗകര്യം ഒരുക്കിയത്. LP സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഉടൻ
ഇതിനെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ് മുൻകൈയെടുത്ത് കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നത്. അതിനുള്ള ഫണ്ടും അധികാരവും എല്ലാം അവരുടെ കയ്യിൽ എത്തിച്ചതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ സാധിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങണമെന്ന ഞങ്ങളുടെ ആഗ്രഹം കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ സാമ്പത്തിക മേഖലയിലുള്ള പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് പലതും സാധിക്കുന്നില്ല. അപ്പോഴും കേരളത്തെ പുതിയ കേരളമാക്കി രൂപപ്പെടുത്തുന്നതിന് വേണ്ടി, നവകേരളമാക്കി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യ വ്യവസ്ഥ, അത് റോഡായാലും പാലായാലും ആശുപത്രിയായാലും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള രണ്ട് തരത്തിലുള്ള ഇടപെടലായാലും KDSCന്റെ ഭാഗമായിട്ട് നേരിട്ട് തൊഴിൽ കൊടുക്കാൻ കഴിയും. തൊഴിലില്ലായ്മ നമുക്ക് പരിഹരിക്കാൻ കഴിയും. കേരളത്തിൻ്റെ ഇന്നത്തെ പരിസ്ഥിതിയിൽ അതും താഴെത്തലത്തിൽ തന്നെയാണ് കൈകാര്യം ചെയ്ത് വരേണ്ടത്. അവർക്കാണ് സാധിക്കുക. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ശക്തിപ്പെടുത്തി വളർത്തിയെടുക്കേണ്ടുന്ന പ്രാദേശിക ഗവൺമെൻറ്റുകളാണ്. ആ തലത്തിൽ നമുക്കിതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കത്തക്ക രീതിയിലുള്ള നല്ല ധാരണയോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ കാലഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കണ്ടിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതേപോലെ തന്നെ ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് സർവതല സ്പർശിയായ മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നി മുമ്പോട്ടേക്ക് പോകുന്ന ചിത്രം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വികസന പരിപ്രേക്ഷ്യം രാജ്യത്തിൻ്റെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന രീതിയിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വളരെ ഫലപ്രദമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇടതുപക്ഷ ധാരയിൽ നിന്നുകൊണ്ട് അങ്ങനെ തന്നെയാണ് വെറുതെ സംഭവം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണഘടനയെല്ലാം ഭേദഗതിയൊക്കെ ചെയ്തതിന് ശേഷം ഉണ്ടാവണ്ടേ? ഇതുപോലെ ഇപ്പോഴെല്ലാവരും ഇവിടെ പഠിക്കാൻ വരികയാണ്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പഠിക്കാൻ കേരളത്തിലേക്കാണ് വരുന്നത്. മറ്റൊരു സംസ്ഥാനത്തും ഇതുപോലെ ഇത്രയും വ്യാപകമായ രീതിയിലും ഇത്രയും ജനാധിപത്യപരമായ രീതിയിലും സംവിധാനം കൈകാര്യം ചെയ്യപ്പെടുന്നില്ല എന്നെല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ ഈ പ്രത്യേകത ചേർത്തുകൊണ്ടാണ് നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റുകളെയും എല്ലാം പ്രത്യേക തരത്തിൽ വിശകലനം ചെയ്യാനും വിശദീകരിക്കാനും സാധിക്കുക. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വീക്ഷണത്തിനനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് മാത്രമല്ല, എല്ലാ സന്ദർഭത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഭരണ സാന്നിധ്യം വഹിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ശക്തികൾ തന്നെയാണ് ഏത് സന്ദർഭത്തിലുള്ളത്. അതുകൊണ്ട് ഇപ്രാവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഉജ്ജ്വലമായൊരു വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കാത്തിരിക്കുകയാണ്. അത് വാർഡിൻ്റെ എണ്ണമായാലും പഞ്ചായത്തുകളുടെ എണ്ണമായാലും മുനിസിപ്പാലിറ്റിയുടെ എണ്ണമായാലും കോർപ്പറേഷൻ്റെ എണ്ണമായാലും അതിന് പിന്നെ അധികം വർദ്ധിക്കാനില്ല. ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അങ്ങനെയാണല്ലോ കണക്ക് കൂട്ടുക. ആ കണക്കെല്ലാം എടുത്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം കേരളത്തിൽ സൃഷ്ടിക്കാനാവും. അതാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വളരെ ഫലപ്രദമായി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുതകുന്ന രീതിയിലുള്ള സമീപനം സ്വീകരിക്കാൻ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികളും ആ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. തെറ്റായ ഒരു പ്രവണതയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഗവൺമെൻറ്റോ അംഗീകരിച്ചിട്ടില്ല. എല്ലാ തെറ്റായ നിലപാടുകളെയും കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും ആവശ്യമായ തിരുത്തൽ വരുത്തുന്നതിന് വേണ്ടി പ്രക്രിയയിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെയാണ് ചെയ്യുക. അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാന സംവിധാനം, താഴെ തലത്തിലുള്ള പ്രാദേശിക സംവിധാനം, ഇതാണ് കേരളം ഇന്ന് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ ഒന്ന്. ആ രീതിയിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മതനിരപേക്ഷ ഉള്ളടക്കവും ജനാധിപത്യ മൂല്യങ്ങളും ചേർത്തുകൊണ്ട് സമാധാനപരമായൊരു അന്തരീക്ഷത്തിൽ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ സാധിക്കുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പ്രത്യേകത എന്നുകൂടി അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ആമുഖമായിട്ടുള്ള വിശദീകരണം അവസാനിപ്പിക്കുകയാണ്.
അല്ല, ഞാൻ പറയേണ്ട കാര്യമില്ല. ഏതായാലും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വിലയിരുത്തലാണല്ലോ നിങ്ങൾ എഴുതുക, അല്ലേ? ഞാൻ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടല്ലോ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ്റെ പാറ്റേൺ പറയുകയാണ്, അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പാറ്റേൺ പറയുകയാണ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണും പറയുകയാണ്. മൂന്നൊന്നല്ല. കേരളം നല്ല വകതിരിവോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം വേർതിരിച്ച് തന്നെ മനസ്സിലാക്കി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മാത്രം ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലാണോ എന്ന് കാണിക്കാം. ഇത് 3ാം ടേമിലേക്കുള്ള യാത്രയാണ്. ഇനി പിന്നെന്ത് വിലയിരുത്തൽ? 3ാം ടേമിലേക്കുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3ാം ടേമിലേക്കുള്ള കാൽവെപ്പാണിത്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെയായിരുന്നു. 2ാം ടേമിലേക്കുള്ള യാത്ര അങ്ങനെയാണ് പുറപ്പെട്ടത്. ഇവിടെ 1ാം ടേം അവസാനിക്കുന്നതാണല്ലോ എത്രയോ കൊല്ലക്കാലത്ത് നമ്മുടെ അനുഭവം. ചരിത്രം തിരുത്തി കുറിച്ചു കഴിഞ്ഞ പ്രാവശ്യം. അതിന് മുമ്പ് നടന്ന ഇലക്ഷനിൽ ഇവിടെ ഇപ്പോൾ ഉള്ള ഇത്രയും സ്വാധീനം നേടാൻ നമുക്ക് അന്ന് സാധിച്ചിട്ടുണ്ട്. അതിനേക്കാൾ മെച്ചപ്പെട്ട സ്വാധീനം നേടാൻ സാധിക്കും ഇപ്രാവശ്യം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. അതിദാരിദ്ര്യം അവസാനിപ്പിച്ചത് മാത്രമല്ല, ദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള ഫലപ്രദമായ ഇടപെടലായിരുന്നു കഴിഞ്ഞ 29ൻ്റെ മന്ത്രിസഭാ യോഗം. അതൊന്നും വിശദീകരിക്കാൻ ഞാനിപ്പോൾ പുറപ്പെടും. എല്ലാവർക്കും നിങ്ങളുടെ മുമ്പിൽ എല്ലാ അനുഭവങ്ങളുടെയാണ്. 1600 രൂപ 2000 രൂപയാക്കി മാറ്റിയതും 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചത് ഉൾപ്പെടെയുള്ള നിരവധിയല്ല, ഒരു 1.5 കോടിയോളം വരുന്ന ആൾക്കല്ലേ നേരിട്ട് ആനുകൂല്യം കിട്ടുന്നത്. അത് ഞാനീ പറഞ്ഞതാണ്. അവരുടെ ആനുകൂല്യം മാത്രമല്ല, അത് ദാരിദ്ര്യം കുറേയും കൂടി ലഘൂകരിക്കാനുള്ള പ്രക്രിയയാണ്. ആ പ്രക്രിയയിലൂടെയാണ് ഞാൻ പറഞ്ഞ 10-15 കൊല്ലം കഴിയുമ്പോഴേക്ക് ലോകത്തിലെ വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു നിലവാരം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന തന്നെയാണ് നല്ല ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ നമുക്ക് സാധിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ഗവൺമെൻറ് വേറൊരു ഗവൺമെൻറ് വന്നാൽ അത് പൊളിക്കുക എന്നുള്ളതാണ് ഇതേവരെയുള്ള അനുഭവം. അതുകൊണ്ടാണ് ഈ തുടർച്ച വന്നപ്പോഴാണ് ഈ വികസന കുതിപ്പിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞത്. പ്രതിപക്ഷ നേതാവല്ല, കെ സി വേണുഗോപാൽ പറഞ്ഞ് കൈക്കൂലിയാന്നു. ഇതിനെ പിന്നെ അതിനപ്പുറം വേറൊന്നും പറയാണ്ടില്ലല്ലോ. ഇനി അതിനെ ഞങ്ങൾ എന്തിനാ മറുപടി വരാൻ പോകും? ഇതൊരു കൈക്കൂലിയാണ്, പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വമാണ് കേരളത്തിലുള്ളത്. നേതൃത്വം തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് വർദ്ധിപ്പിച്ചത് മാത്രമല്ല, പെൻഷനെ വേണ്ട എന്ന് വെക്കണമെന്നാണ് പല കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം. അത് ചർച്ച ചെയ്യട്ടെ കേരളം. 62 ലക്ഷം വരുന്ന മനുഷ്യർക്ക് 1600 രൂപ പ്രകാരമുള്ള പെൻഷൻ 2000 രൂപയാക്കി മാറ്റിയത് അനാവശ്യമായ ഒരു ചിലവാണ്, അത് ചെയ്യാൻ പാടില്ല, അതിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നതല്ല എന്ന് പറയുന്ന കോൺഗ്രസ്സാണ് കേരളത്തിലുള്ളത്. അതാണ് UDF. അപ്പോൾ പറയട്ടെ UDF പരസ്യമായിട്ട് കെ സി വേണുഗോപാലിൻ്റെ നിലപാട് തന്നെയാണ് ഞങ്ങൾക്കെല്ലാം എന്ന് പറയട്ടെ അവർ. അത് ഓരോന്നും വൈകിപ്പോയി ഞാൻ പറഞ്ഞു. 2 ലക്ഷം കോടി ഉറുപ്പിയല്ലേ കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടത്, തന്നില്ലല്ലോ. തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് മുമ്പേ വൈകാതെ തന്നെ കൊടുക്കില്ലേ? അതല്ലേ ഞാൻ പറഞ്ഞു, 2500 3000 കൊടുക്കുമായിരുന്നല്ലോ. മനസ്സിലായി ഞങ്ങൾക്ക്? 2000 അല്ല 3000 കൊടുക്കും. കേരളത്തിന് കിട്ടേണ്ടുന്ന കൃത്യമായ പൈസ മുഴുവൻ കേന്ദ്രം നമുക്ക് തന്നാൽ, ആളോഹരി കിട്ടേണ്ടുന്ന വരുമാനം കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് 2000 അല്ല 2500 ആക്കും. 2500 നമ്മൾ പ്രകടനപത്രിക പറഞ്ഞത്. അതിന് കുറച്ചും കൂടി മാസം ഉണ്ടല്ലോ. അതുമാത്രമല്ല, അതിന് മുമ്പ് പിണറായി വിജയൻ്റെ ആദ്യത്തെ ഗവൺമെൻറ് എത്രയും കൊടുക്കുന്ന പറഞ്ഞത് ഓർമ്മയുണ്ടോ? അത്രയൊന്നും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1600 രൂപ ഇല്ല, അന്ന് 1500 ഉള്ളൂ. 1600 രൂപ എന്നത് എത്രയാക്കുന്ന പറഞ്ഞ്, എത്ര 1000 ആക്കുന്ന പറഞ്ഞ്. എന്നിട്ട് എത്രയാക്കി? 1600 ആക്കി. വൈകിപ്പോയോ? വൈകിട്ടില്ലല്ലോ. 1000 പറഞ്ഞിട്ട് 1600 രൂപ ആക്കിയല്ലോ, വൈകിട്ടില്ലല്ലോ. ഇപ്പോഴും ഞങ്ങൾ 2500 രൂപ പറഞ്ഞത്. ആ 2500 രൂപ ആക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഉപരോധം കൊണ്ടാണ്. ആ ഉപരോധം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2500 അല്ല, എത്രയാക്കും? 3000 ആക്കും. ഇപ്പോഴും ഞാൻ ആ ഉറപ്പായ ഗ്യാരണ്ടി നിൽക്കുകയാണ്. ഈ പണം കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ 87%
അധിക വരുമാനം നേടിയിട്ടാണ് ഈ ട്രഷറിയൊന്നും പൂട്ടാണ്ട് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ കേരളം. ഇല്ലെങ്കിൽ പണ്ടേ പൂട്ടിപ്പോയിട്ടുണ്ടാവും. ശക്തിയായ മണി മാനേജ്മെൻറ്റ് സംവിധാനമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ തെറ്റായ നിലപാടിനെതിരായിട്ടുള്ള സമരത്തിൽ എല്ലാ ജനവിഭാഗങ്ങളെയും അണിനിരത്തേണ്ടുന്ന ഉത്തരവാദിത്വമാണ് കേരളത്തിലെ ഓരോരുത്തർക്കും വരുന്നത്. അതുകൊണ്ട് പെൻഷൻ്റെ ഈ കാര്യം, പെൻഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കൈക്കൂലിയാണെന്നും അത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നേതൃത്വപരമായ പങ്ക് കേരളത്തിലെ ജനങ്ങൾ എത്രത്തോളമാണ് അംഗീകരിക്കാൻ പോകുന്നത് എന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ കൃത്യമായിട്ട് അത് ഉരക്കല്ല് പോലെ പരിശോധിച്ച് വ്യക്തമാക്കും. എല്ലാം ചർച്ച ചെയ്യും. അതിന് സംശയം എന്താ ഉള്ളത്? കേരളം ചർച്ച ചെയ്യാതെ ഒരു കാര്യമില്ല. സകലതും സർവമാനമായ എല്ലാ കാര്യവും കേരളം ചർച്ച ചെയ്യും. അതിലെന്താ ഞങ്ങൾക്ക് കുഴപ്പം? PSC സെലക്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാരോ? PSCയിലാണ്. പിന്നെ ആരാ? എത്ര കാലമായി PSC ആയിട്ട്? പഴക്കമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നെ വർഷമില്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഞാൻ അന്ന് തന്നെ പറഞ്ഞു, ഞങ്ങൾക്കിതിലൊന്നും മറച്ചു വെക്കാനില്ല. ഇവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ച് കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ഉന്നതാധികാര കമ്മിറ്റി അല്ലെങ്കിൽ ഉന്നതാധികാര ടീം, അല്ലേ, സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ടീം അങ്ങനെയാണല്ലോ SIT വന്നത്. ആ SIT പരിശോധിച്ച് ആരൊക്കെയാണോ കുറ്റക്കാർ, ആ കുറ്റക്കാരെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ആരെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഗവൺമെൻറ്റോ പാർട്ടിയോ എടുക്കുന്നതല്ല എന്ന് ആ സംഭവം വന്ന ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞാണ് ഈ തിരുവനന്തപുരത്ത് വെച്ചിട്ട്. അത് ആവർത്തിക്കുക തന്നെയാണ്. അതിലൊന്നും ഒരു കുറ്റകൃത്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല. ആരും എന്നുള്ള പ്രശ്നമില്ല. ആരായാലും ഞങ്ങൾക്ക് എന്ത് ബാധിക്കും? ഞങ്ങളെന്ത് ബാധിക്കും? നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. നോമിനേറ്റ് ചെയ്തുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ആയിക്കോട്ടെ, ആരായാലും പ്രശ്നമില്ല പറഞ്ഞില്ലേ. നിങ്ങളെന്തിനാ ഞങ്ങൾക്ക് ആരും താങ്ങേണ്ട കാര്യം? നമുക്കെന്താ ഉള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാണ്. അത് അന്നും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുണ്ടായതാ ആ പത്രസമ്മേളനത്തിൽ. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരാളെയും സംരക്ഷിക്കാനുള്ള ഒരു തരി സ്വർണം അയ്യപ്പൻ്റെത് ഒരാളും കക്കാനോ മാറ്റാനോ പാടില്ല. അത് കൃത്യമായിട്ട് ലഭിക്കത്തക്ക രീതിയിൽ ആവശ്യമായ അന്വേഷണം നടത്തി ആരാണ് എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല. ആരായാലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നിലകൊള്ളുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും അത് തന്നെയാണ്. അത് ഞാൻ ഉറപ്പിച്ച് അന്നേ പറഞ്ഞതാണ്. അതിൽ പിന്നെ വേറെ വിശദീകരണത്തിലേക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല. ആരായാലും പ്രശ്നമില്ല. ആരെയും സംരക്ഷിക്കില്ല. ഒരാൾക്ക് വേണ്ടിയിട്ടും ഒരര വർത്താനം പറയില്ല. രാജിവെക്കണം. അത് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞാണ് കൊല്ലത്രയും. അത് എപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? ഒരു ദിവസം മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാർച്ചിലാണ്ടായില്ലേ ഇങ്ങനെ നടത്തിയിട്ട്? അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതുവരെ എത്ര മാർച്ചുകൾ നടത്തി? മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് എത്ര മാർച്ച് നടത്തി? ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാവും ഉടനെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നല്ലേ? ഇത് ആർക്കായി ഇപ്പോൾ ഗൗരവമുള്ളത്? നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടാവും ചില ആൾക്ക്. ഞങ്ങൾക്കാർക്കും ഒരു ഗൗരവമില്ല. ജനങ്ങൾ ഒരു സുവർണാവസരമല്ല ഇത്. BJPയുടെ ചരിത്രത്തിൽ ഏറ്റവും പിന്നോക്ക് പോകുന്ന ഒരു കാലമായിരിക്കും. ഇപ്പോൾ UDF നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സംരക്ഷിക്കാൻ പോകുന്നത് ജനങ്ങളല്ല. ആരാ? ഞാൻ പറയുന്നില്ല ആരാന്ന്. ഇന്നത്തെ പത്രത്തിലുണ്ട്. KC വേണുഗോപാലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സംരക്ഷിക്കാൻ പോകുന്നത് ഇന്നയാളാണ്. ആരാ? EMS ആര് സംരക്ഷിക്കുന്നതാണ് UDFിൻ്റെ കൺവീനർ പറഞ്ഞത്? KC വേണുഗോപാലൻ പറഞ്ഞത്. ഇന്നത്തെ നിങ്ങൾ തന്നെ പത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. രാജശേഖരന് അത് മൂടി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളെ കൊണ്ടുവരാനാ ഉദ്ദേശം. അത് മനസ്സിലായില്ലേ? ഹൈക്കോടതിയുടെ കീഴിലുള്ള SITയെ തള്ളി പറയുന്നതിൻ്റെ കാരണം അവർക്ക് സംരക്ഷിക്കേണ്ടവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കൊണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ്. അതാ കാര്യം. ഇവരിലെല്ലാം എല്ലാവരുമായിട്ടും ബന്ധമുള്ളവരല്ലേ ഈ കള്ളന്മാരായിട്ടുള്ള ഇപ്പോൾ പുറത്തു വന്ന ഓരോരുത്തരും? ഉദ്യോഗസ്ഥന്മാരെല്ലാം ആരെപ്പറ്റി ഞങ്ങളെ അഭിപ്രായം കൃത്യമായിട്ട് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടല്ലോ. ഓരോരാളും ഈ സംഘടനയായിരുന്നു, ഈ സംഘടനാ നേതാവായിരുന്നു. അത് നിങ്ങളാരും പറയുന്നില്ല മാത്രമല്ലോ. നിങ്ങൾക്കത് താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ പറയാതിരിക്കുന്നത്.
ഇല്ലെങ്കിൽ പറയല്ലോ. അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവരെ പറ്റി നിങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലോ ആരാണെന്ന്. അവരെ സ്റ്റേറ്റ്മെൻറ്റ് വല്ല പറയാനല്ലേ നിങ്ങൾക്ക് താല്പര്യമുള്ളൂ. ഞങ്ങൾക്കതിൽ യാതൊരു കുഴപ്പമില്ല. ആരാണെന്നുള്ളത് പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയാം. തദ്ദേശം വെച്ചിട്ട് വെറുതെ ആവശ്യമില്ല ചെയ്യണ്ട. പോരെ, ഇത്രയും പോരെ. തദ്ദേശ സ്വയംഭരണത്തെ പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യമുണ്ട്. നിങ്ങൾക്ക് എന്താ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തത്? അതന്നെ ഇനിയും പറയുന്നു. അല്ല, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഈ കേരളത്തിലെ പ്രസിഡന്റ്, അതിൻ്റെ പ്രസിഡന്റായിട്ട് വന്ന ആളെപ്പറ്റി കർണാടകത്തിലെ ഏറ്റവും വലിയൊരു കേസും വമ്പിച്ചേരിയിലെ അഴിമതിയും അവിടെ ഉന്നയിക്കപ്പെട്ട പശ്ചാത്തലത്തിലല്ലേ ഉള്ളത്. ഇതുപോലെ ഏതെങ്കിലും പാർട്ടി നേതാവിനെതിരായിട്ട് വന്നിട്ടുണ്ട് ഇതുവരെ കേരളത്തിലെ ചരിത്രത്തിൽ? കേരളത്തിലെ പാർട്ടി നേതൃത്വം എന്ന് പറയുന്നത് കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും എല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ വന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ്. എന്നാൽ കോർപ്പറേറ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് വന്ന ഒറ്റ നേതാവേ ഉള്ളൂ കേരളത്തിൽ, അത് രാജീവ് ചന്ദ്രശേഖരനാണ്. അദ്ദേഹത്തെ പറ്റിയാണ് ഇപ്പോൾ 500 കോടി രൂപയുടെ അഴിമതി ആരോപണം കോടതി കിടക്കുന്നത്. മാത്രമല്ല അയാളെ സഹായിച്ചു എന്ന് പറയുന്ന മന്ത്രിയായ അന്നത്തെ BJP നേതാവ് ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ അവരുടെ മൂല്യത്തെ വമ്പിച്ച രീതിയിൽ ഇടിവാണ് സംഭവിച്ചിട്ടുള്ളത്. പണം കൊണ്ട് മാത്രം കേരളത്തിലെ ജനങ്ങളെ വാങ്ങാനാവുമെന്ന് രാജീവ് ചന്ദ്രശേഖരനെ പോലെ വേറെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഡയറക്റ്റ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനപ്പെട്ട ഫൈറ്റ് LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം VIP ഇല്ലാതെ ചില സ്ഥലത്ത് അവരും ഉണ്ടാവും, അവരെ തീരെ ഇല്ലാത്ത സ്ഥലവും ഉണ്ടാവും. അല്ല, അവർ പിന്തുണച്ചു എന്നുള്ള പ്രശ്നം. അവരെ ചിലപ്പോൾ പ്രഖ്യാപിക്കാറുണ്ട്, ആ മണ്ഡലത്തിൽ ഇന്ന ആൾക്ക് കൊടുക്കും, ഈ മണ്ഡലത്തിൽ ഇന്ന ആൾക്ക് കൊടുക്കുന്നു. അത് അവരുടെ കാര്യം. ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് കേരളത്തിലെ വർഗീയ പാർട്ടികളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. അവരുമായി UDF സഖ്യം ചേർന്നു മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്, അവരുടെ ആശയ രൂപീകരണത്തിൻ്റെ തത്വത്തിപ്പോൾ ഈ ജമായത്ത് ഇസ്ലാം എത്തിയിരിക്കുകയാണ്. ഇതാണ് പ്രശ്നം. അത് വളരെ ദൂരവ്യാപകമായ ഫലം ഉളവാക്കുന്നതാണ്. തൽക്കാലത്തേക്ക് 2 സീറ്റ് ചിലപ്പോൾ കിട്ടിയെന്ന് വരും. പക്ഷേ ദൂരവ്യാപകമായ ഫലം ഉളവാക്കുന്നതാണ്. 2 വർഗീയ ശക്തികളാണ് കേരളത്തിൽ മത്സരിക്കുന്നത് ഞങ്ങളോട്. അതൊന്ന് RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ വിഭാഗം ഒരു ഭാഗത്ത്, മറുഭാഗം ഞങ്ങൾക്കെതിരായിട്ട് രണ്ടാമത്തെ ഭാഗത്ത് ഈ പറയുന്ന ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും അങ്ങേയറ്റത്ത് നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, SDPI ഉൾപ്പെടെ ചേർന്ന് ലീഗും കോൺഗ്രസും 2 വർഗീയ ശക്തികളാണ്. ആ രണ്ടിനെയും എതിർത്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് പോകുന്നത്. മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി തന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും. ഞങ്ങൾ കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും ഈ പശ്ചാത്തലത്തിൽ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ധാരണ. അതങ്ങനെ പലതും ആരോപിക്കുന്നു. ആരോപണത്തിലൂടെ ആയിരിക്കും മറുപടി പറയാൻ പറ്റും. കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരിപ്പില്ല. അങ്ങനെ എന്തു ആരോപിക്കുന്നില്ല. നമ്മൾക്കെന്താ? ഞങ്ങളെ എടുത്ത നിലപാടാണ് പ്രശ്നം, നയാ പ്രശ്നം. ഞങ്ങൾ ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഐക്യപ്പെട്ട് മുന്നോട്ടേക്ക് പോയിട്ടില്ല, ഇനി പോവുകയും ചെയ്യില്ല. ഇന്ത്യയിലെ ഏറ്റവും സമാധാനപരമായി ജീവിക്കുന്ന, മത സൗഹാർദ്ദത്തോട് ജീവിക്കുന്ന ഒരു നാട് കേരളമാണ്. അല്ലേ? അത് ഇന്ത്യയിലാകെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ട്. അതിനൊക്കെ നേരിടാനുള്ള ശേഷി കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിന് തന്നെയുണ്ട്. നല്ല പോലെ നേരിടും. വർഗീയ ശക്തികളോടൊന്നും ഒരു കുറ്റകുറ്റം ചെയ്യുന്ന പ്രശ്നമില്ല ഇവിടെ. അല്ല, നിങ്ങളെ തീരുമാനിക്കേണ്ട അവസാനിപ്പിക്കാനായി എനിക്കിപ്പം പ്രശ്നമില്ല. ഞാൻ പറയാൻ തന്നെ ഇരിക്കുകയാണ്. അല്ല, ആമുഖം പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും പറയാണ്ടില്ലല്ലോ. അതല്ലേ ഞാൻ ആമുഖം വിശദീകരിച്ചപ്പോൾ നിങ്ങളിത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതാ വിശദീകരിച്ചത്. ഞാൻ ഒരു രാഷ്ട്രീയം പറയാണ്ടല്ലേ ഇത് അത്രയും കാര്യം പറഞ്ഞത്.
അല്ല, ഈ കോൺഗ്രസിൻ്റെ വോട്ടാണല്ലോ ഈ 86,000 വോട്ട് കുറഞ്ഞത് അവിടെ അന്ന്. എന്നിട്ട് 74,000 വോട്ടിന് ജയിക്കുകയല്ലേ. ഞങ്ങൾക്ക് 16,800 വോട്ട് കൂടുതൽ കിട്ടുകയല്ലേ ചെയ്തത്. മൂന്നാം സ്ഥാനത്തേക്ക് പോയത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് അല്ലേ. കോൺഗ്രസിൻ്റെ വോട്ടർമാർ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട്, നല്ലപോലെ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് അവർ ജയിക്കുന്നത്. നേരെയായിരുന്നു ഒരായോകാലം ജയിച്ചതും കോൺഗ്രസിൻ്റെ വോട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ജയിച്ചത്. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസ് തന്നെ പിടിക്കുകയും, അത് മനസ്സിലായില്ലേ, കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസ് തന്നെ പിടിക്കുകയും. അതിപ്പോൾ ഓരോരോ സംഭവങ്ങൾ വരുമ്പോഴാണല്ലോ വിലയിരുത്തുന്നത്. ഇതിപ്പം സ്ഥായിയായിട്ടുള്ള ഒരു സപ്പോർട്ട് എന്നൊന്നും പറയാൻ സാധിക്കുന്നതല്ലോ ഓരോരാളെ പറ്റി. ഇപ്പോൾ ഛത്തീസ്ഗഡ് പ്രശ്നമൊക്കെ വന്നപ്പോൾ ക്രിസ്ത്യൻ സമൂഹം ശക്തിയായ രീതിയിൽ പ്രതികരിച്ചില്ലേ. അതുവരെ പലപ്പോഴും അവർക്ക് അനുകൂലമായിട്ട് നിന്നവർ ഉൾപ്പെടെയുള്ള ബിഷപ്പുമാർ ഉൾപ്പെടെ അതിശക്തിയായിട്ട് പ്രതികരിച്ചില്ലേ. ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ടില്ലേ, അവിടെ മതം മാറിയിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് ശവസംസ്കാരം നടത്താൻ സാധിക്കുന്നില്ല ഛത്തീസ്ഗഡിൽ. അവിടെ എത്രയോ ദിവസം വീട്ടിൽ ശവവും വെച്ച് സംസ്കരിക്കാനുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണെന്ന് ഇന്ന് പത്രം വായിച്ചില്ലേ. ഇതാ ഇന്ത്യയുടെ ചിത്രം, ഇതാ മതനിരപേക്ഷതയുടെ ഞങ്ങൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപകടകരമായ അവസ്ഥ ഇതാണ്. ഒരാൾ മരിച്ചുപോയാൽ അയാൾ ക്രിസ്ത്യാനി ആയിപ്പോയി എന്നുള്ളതുകൊണ്ട് നീ എപ്പോഴാണോ നീയും നിൻ്റെ കുടുംബവും ഹിന്ദുവായിട്ട് മാറുന്നത്, അങ്ങനെ മാറി എന്നുള്ള സത്യവാങ്മൂലം എഴുതി തന്നാൽ മാത്രമേ നിൻ്റെ ശവം ഇവിടെ സംസ്കരിക്കാൻ പറ്റുള്ളൂ, ഈ ഗ്രാമത്തിൽ സംസ്കരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഏറ്റവും കടുത്ത വർഗീയവാദ നിലപാടല്ലേ സ്വീകരിക്കുന്നത്. അങ്ങനെ ഒരുപടി ആളുകളുടെ വീടുകളിൽ എത്രയോ ദിവസം ശവം വെച്ച് അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തും ഈ സംസ്കരിക്കാൻ പറ്റാതെ എപ്പോഴോ ഒക്കെ സംസ്കരിക്കേണ്ടി വന്നു എന്നുള്ള വളരെ വേദനാജനകമായ അവസ്ഥയല്ലേ വന്നു ചേർന്നത്. എന്തൊരു അപമാനകരമായ സംസ്കാരം ഇത്. അതാണിവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കാണണം. അത് സംബന്ധിച്ചുള്ള പ്രതികരണം വരുമ്പോൾ ഈ ക്രിസ്തീയ മേഖലയിൽ തന്നെ നല്ല മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കാലത്തും RSSും BJPയും ഒപ്പം ചേർത്ത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഈ തക്കടി വിദ്യ കൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ടില്ല. അവർ മതനിരപേക്ഷത എന്ന് പറയുന്നത് RSSോ BJPയോ അംഗീകരിക്കുന്നതല്ല. ആഭ്യന്തര ശത്രുക്കളായിട്ട് കണ്ട 3 എണ്ണമാണ്. അത് വിചാരധാര മുതലുള്ളതാണ്. അതിലൊന്ന് മുസ്ലിമാണ്, ക്രിസ്ത്യാനിയാണ്, കമ്മ്യൂണിസ്റ്റാണ്. ഈ ആഭ്യന്തര ശത്രുക്കളെ ഉന്മൂലനം ചെയ്യണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കേരളത്തിലായാലും അതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തായാലും ഈ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ കാണിക്കുന്ന ചില കാര്യം മാത്രമാണ് അവർ മതനിരപേക്ഷതയെപ്പറ്റി അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തെപ്പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അവരന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് അതിനെതിരായിട്ടുള്ള കടന്നാക്രമണമാണ്.